ഒരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് അറിഞ്ഞിടാം, കുറച്ച് പേർക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കുറച്ച് കുട്ടികൾക്ക്, നല്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഹാൻഡ് റൈറ്റിങ് നല്ലതായിരിക്കൂല. കുറച്ച് പേര് നല്ല കൂട്ടിയിട്ട് എഴുതുന്നവരുണ്ടാവും. കുറച്ച് പേര് ഇങ്ങനെ കുറച്ച് എഴുതും പിന്നെ ഇടപെടും അങ്ങനെ ഉണ്ടാവും. അത് പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കാനും സാധ്യതയുണ്ട്. എൻ്റെ ഹാൻഡ് റൈറ്റിങ് ചെറുതുണ്ടാകുമ്പോൾ ഇങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ കോപ്പിയെല്ലാം ഉപയോഗിച്ചിട്ടാകുമ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായി. നിങ്ങൾ കോപ്പിയിൽ എഴുതിയിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആക്കാനും ശ്രമിക്കുക. അതാണ് എനിക്ക് പറയുന്നത്. ഞാനിപ്പോൾ എഴുതി തരുന്ന ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് 99%, 100% പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാനേ സാധ്യതയുണ്ട്. പരീക്ഷയ്ക്ക് കുറച്ച് നിങ്ങളെ മാർക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ടും പിന്നെ കുറച്ച് നിങ്ങളെ ആൻസർ നോക്കിയിട്ടുമാണ് പരീക്ഷയ്ക്ക് മാർക്ക് ഇടുക. അപ്പം ഞങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് 4 ലാംഗ്വേജ് ഉണ്ട്. ഹാൻഡ് റൈറ്റിംഗ് ഹിന്ദി, ഇംഗ്ലീഷ്, അറബിക്ക്, മലയാളം. ഇത് ഞങ്ങളുടെ സ്വന്തം ഭാഷയായ മലയാളം ലാംഗ്വേജാണ് ഞാൻ ഇന്ന് റൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നേരെ വൈകാതെ വേറെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എഴുതുന്നത് എല്ലാവരും ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഞങ്ങൾ ഒരു വേർഡ് എഴുതാം. നീനു രാവിലെ നേരത്തെ എഴുന്നേറ്റു. അത് ഞങ്ങൾക്ക് എഴുതാം. ഞങ്ങൾക്ക് ഞാൻ എഴുതാം. ഓക്കെ, നീനുമല്ലേ. അപ്പം ഞങ്ങൾക്ക് നീട്ടാനുള്ള വള്ളി എടുക്കാം. അതിൽ ഞാൻ എഴുതാം. ഞങ്ങൾക്ക് ഊന് ചിഹ്നം എടുക്കാം. രാവിലെ എന്നല്ലേ, രാവിലെ ഇങ്ങനെ എഴുതാം. നേരത്തെ തന്നെ എഴുന്നേറ്റു. നേരത്തെ തന്നെ എഴുന്നേറ്റു. ഇതൊരു പദമായി, ഒരു പാരഗ്രാഫായി. ഇതൊരു പാരഗ്രാഫ്. അടുത്തത് ഞങ്ങൾ എഴുതാൻ പോകുന്നത് മിക്കി വൈകിട്ട് എഴുന്നേറ്റു. ഇവിടെ എഴുതാം, എഴുതാം. മിക്കി വൈകിട്ട് എഴുന്നേറ്റു. ഇത് നീനു രാവിലെ എഴുന്നേറ്റു, മിക്കി വൈകിട്ട് എഴുന്നേറ്റു. വൈന് ചിഹ്നം ചിഹ്നം 2 ലേ പോലെ എഴുതുന്നത് 2 എണ്ണമാണ്. ഐന്നല്ല എഴുതല്ലേ, ഇങ്ങനെയാണ്. വൈകീട്ട് കാണ് ഗീറ്റ് എഴുന്നേറ്റു. ഇത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇപ്പോൾ കുറച്ച് നല്ല വൃത്തിയിൽ വരുന്നുണ്ട്. ഞാൻ കോപ്പി ഉപയോഗിച്ചിട്ടുണ്ട്. 3ാം ക്ലാസ്സിൽ, 2ാം ക്ലാസ്സിൽ, പിന്നെ 4ാം ക്ലാസ്സിലൊക്കെ കോപ്പി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5ാം ക്ലാസ്സിലെത്തി ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് വീണ്ടും വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽറ്റിൻ്റെ സ്വിച്ച് മർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.